വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പനീർ ബുർജി ചപ്പാത്തിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പനീർ ബുർജി പൊറോട്ട കേട്ടോ. നമ്മൾ ആലു പൊറോട്ടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇതുപോലുള്ള ഫില്ലിങ്ങാണ്, പനീർ ബുർജിയുടെ ഫില്ലിങ്ങാണ് നമ്മൾ നിറയ്ക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ആലു പൊറോട്ടനേക്കാളും കുറച്ചും കൂടി സ്പൈസിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആലു പൊറോട്ടനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. നമുക്ക് ആദ്യം പനീർ ബുർജി തയ്യാറാക്കാം. അതിനായിട്ട് കടായി ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ജീരകം ചേർത്ത് കൊടുക്കുക. കടുക് അല്ല കേട്ടോ, നമ്മൾ കടുക് ചേർക്കണില്ല, ജീരകമാണ് ചേർക്കുന്നത്. ജീരകം നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു തക്കാളി, ഒരു ചെറിയ തക്കാളി ആയിരുന്നു, ഒരു മീഡിയം സൈസ്, അത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് സ്മാഷാക്കി വേവിച്ചെടുക്കണം. അതിനുശേഷം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ചെറിയൊരു സ്പൂണ്, ഒരു 1/4 സ്പൂണോളം ജീരകം വറുത്ത് പൊടിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഇപ്പോൾ തന്നെ ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയിലും പിടിക്കും. അതുപോലെ നമ്മളിനി പനീർ ചേർക്കുന്നുണ്ട്, അപ്പോൾ നോക്കിയിട്ട് വീണ്ടും ചേർക്കാം. മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ഇങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അത് ചേർത്തിട്ട് ഈ മസാലയിൽ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാനുണ്ട്. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ലേശം ഗരം മസാല പൗഡർ അതുകൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇത് കണ്ടോ, ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് നമ്മുടെ പനീർ ബുർജി തയ്യാറാക്കി വയ്ക്കാം. ഇതിപ്പോൾ ഗോതമ്പ് മാവ് ഞാൻ കുഴച്ച് വെച്ചതാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്താണ് കേട്ടോ. അത് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് അറിയണതല്ലേ. എന്നിട്ട് നമുക്ക് ചെറിയൊരു പീസ് തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പനീർ ബുർജി മസാല റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്ര വലുപ്പമുള്ള ചപ്പാത്തിയാണോ റെഡിയാക്കിയിട്ടുള്ളത് അത്രയ്ക്കുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു 2-3 സ്പൂണ്, ഒരു ചപ്പാത്തിക്ക് ഒരു 3 സ്പൂണൊക്കെ മതിയാവും, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് പ്രസ് ചെയ്യുക, ഒന്ന് ഷേപ്പാക്കുക. എന്നിട്ട് നമുക്ക് ചപ്പാത്തി പൊടി വീണ്ടും ഒന്ന് തൂകിയതിന് ശേഷം ചെറുതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് നന്നായി പരത്തിയെടുക്കരുത്, അതുപോലെ അമർത്തി പരത്തരുത്. പക്ഷെ വെളിയിലൊന്നും പോവില്ല, ഫില്ലിംഗ് ഒന്നും വെളിയിലൊന്നും പോവില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കണ പോലെ തന്നെ ചപ്പാത്തി റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ബട്ടറോ അല്ലെങ്കിൽ ഗീയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്ക് വേറെ സൈഡ് തിരിച്ചിട്ട് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു പനീർ ബുർജി പൊറോട്ടയാണത്. നമ്മൾ ആലു പൊറോട്ട പോലെ തന്നെയാണ് ഇത് റെഡിയാക്കുന്നത്. പക്ഷേ ആലു പൊറോട്ടനേക്കാളും കുറച്ചും കൂടി സ്പൈസി ടേസ്റ്റാണ്, കുറച്ചും കൂടി ഒരു ടേസ്റ്റ് എനിക്കിതിൽ ഈ പൊറോട്ട പനീർ ബുർജി പൊറോട്ട റെഡിയാക്കിയപ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.